എൻ്റെ ജനീവ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാലഘട്ടമായിരുന്നു. ഒരു വശത്ത് ഒരുപാട് ജോലിയുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോലിയായിരുന്നു. നമുക്ക് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുമായി ഇടപഴകാം, അവരെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും, അവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ സാധിക്കും. അതേസമയം ഇന്ത്യക്ക് നന്മ ചെയ്യുവാൻ സാധിക്കും, ഇന്ത്യയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെ വർക്കിൻ്റെ ഫീൽഡിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്ന ഒരു അവസരമായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്ന ഒരു അവസരമായിരുന്നു. എനിക്ക് വ്യക്തിപരമായി നിയമത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും എല്ലാം താല്പര്യമുള്ളത് കൊണ്ട് അതിനെ പ്രയോഗിക്കാനുള്ള ഒരു അവസരമായിരുന്നു. മറുവശത്ത് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിലെ മലകളും തടാകങ്ങളും എല്ലാം അതിമനോഹരമാണ്. അതൊരു ലാൻഡ് ലോക്ക് കൺട്രിയാണ്, എന്നാൽ ആൽപ്സിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ്. സ്വിറ്റ്സർലൻഡിലെ ആ ജീവിതത്തിൻ്റെ ഇടയിൽ എല്ലാ സമ്മറിലും സ്ഥിരമായി കുട്ടികളോടൊപ്പം ഹൈക്കിങ്ങും ട്രെക്കിങ്ങും ചെയ്യുക എന്നുള്ളതൊരു പതിവായിരുന്നു. സമ്മറിൽ അവിടെ ഇരുട്ടുന്നത് രാത്രി 10:30-11 മണിക്കൊക്കെയാണ്. അപ്പോൾ പലപ്പോഴും ഒരു മുഴുവൻ ദിവസത്തെ ജോലി ചെയ്ത ശേഷം വീട്ടിലെത്തി വൈഫിനെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ജനീവയ്ക്ക് അടുത്തുള്ള മൗണ്ടൻസിൽ ഹൈക്കിങ്ങിന് പോവുമായിരുന്നു. അതുകൂടാതെ ഞങ്ങളൊരു ടെൻറ്റ് മേടിച്ചിട്ട് സ്വിറ്റ്സർലൻഡിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ചും അവരുടെ അറിയപ്പെടുന്ന മൗണ്ടൻസിൻ്റെ കീഴിൽ ചെന്ന് ക്യാമ്പ് ചെയ്ത് താമസിക്കുകയുണ്ടായി. ഒരിക്കൽ സ്വിസ് നാഷണൽ ഡേയുടെ സമയത്ത് റൈൻ നദി ഒറിജിനേറ്റ് ചെയ്യുന്ന റൈൻ ഫോൾസിൻ്റെ അടുത്ത് ചെന്ന് ക്യാമ്പ് ചെയ്ത് ഈ റൈൻ ഫോൾസിൻ്റെ മുകളിൽ അവിടുത്തെ അടുത്തുള്ള നഗരങ്ങളിൽ ഇൻഡിപെൻഡൻസ് ഡേ വെടിക്കെട്ടുകളെല്ലാം ഫയർ ക്രാക്കേഴ്സും വെടിക്കെട്ടുകളും പൂക്കുറ്റിയും റോക്കറ്റും എല്ലാം കൊണ്ട് ആഘോഷിക്കുന്നത് കാണാൻ അവസരമുണ്ടായി. അതുപോലെ തന്നെ സ്കീയിങ് മറ്റൊരു വലിയൊരു കാര്യമായിരുന്നു. വിൻ്റർ വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും സ്കീയിങ്ങിനായിട്ട് പോവും. അവരുടെ മൗണ്ടൻസിനെല്ലാം നല്ല ഫ്രഷ് സ്നോ ഉണ്ടാവും. തൊട്ടടുത്ത് നിൽക്കുന്ന ഫ്രാൻസിലെ പല സ്കീ റിസോർട്ട്സിലും വളരെ എളുപ്പം സന്ദർശിക്കാൻ സാധിക്കും. അപ്പോൾ ജനീവയിൽ ജീവിച്ച ആ ഒരു 3 വർഷം എനിക്ക് സ്കീയിങ് പഠിക്കാനും സ്കീയിങ് തുടരാൻ, സ്കീയിങ്ങിൽ കൂടുതൽ പ്രാഗൽഭ്യം നേടാനും സാധിച്ചിരുന്നു. ആദ്യത്തെ വർഷം ഏറ്റവും എളുപ്പമായ ഗ്രീൻ സ്ലോപ്സിലാണ് സ്കീ ചെയ്തിരുന്നെങ്കിൽ 2ാമത്തെ വർഷം അത് ബ്ലൂ സ്ലോപ്സായി മാറി, 3ാമത്തെ വർഷം അത് റെഡ് സ്ലോപ്സായി മാറി. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ബ്ലാക്ക് സ്ലോപ്സാണ്. ബ്ലാക്ക് സ്ലോപ്സിലേക്ക് അധികം പോകാൻ സാധിച്ചില്ല. പക്ഷേ എൻ്റെ ഓർമ്മയിൽ തട്ടി നിൽക്കുന്ന ചെറിയൊരു സംഭവം, ഞാൻ സ്കീയിങ് പഠിച്ചു തുടങ്ങി കുറച്ച് ഒരു എബിലിറ്റി കിട്ടിയിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി, അന്ന് ദേവഗൗഡ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ആയിരുന്നു. ദേവഗൗഡയുടെ ഒരു ഒഫീഷ്യൽ വിസിറ്റ് സ്വിറ്റ്സർലൻഡിലെ ഡാവോസിലേക്ക് വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കാനായിട്ട് ഉണ്ടായിരുന്നു. അന്ന് ശ്രീ പി ചിദംബരം ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹവും ശ്രീ ദേവഗൗഡയോടൊപ്പം അവിടെ വന്നിരുന്നു. അപ്പോൾ എന്നെ ജനീവയിൽ നിന്നും ഡാവോസിലേക്ക് അയച്ചു, ഇന്ത്യൻ ഗവൺമെൻറ് ഡെലിഗേഷനെ സഹായിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ആ ഒഫീഷ്യൽ വിസിറ്റ് കൺക്ലൂഡ് ചെയ്ത് പ്രൈം മിനിസ്റ്റർ ഡെലിഗേഷനും എല്ലാം തിരിച്ച് പോയ ശേഷം എനിക്ക് വീണ്ടും ഒരു ദിവസത്തെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ദാവോസും അറിയപ്പെടുന്ന ഒരു സ്കീ റിസോർട്ടാണ്. ഞാൻ വിചാരിച്ചു, എന്തായാലും ഞാനിപ്പോൾ സ്കീയിങ് പഠിച്ചു, ഒന്ന് ദാവോസിലെ സ്കീ സ്ലോപ്സ് ട്രൈ ചെയ്താലോ നമുക്ക് ഞാൻ എന്ന് വിചാരിച്ച് എൻ്റെ കൂടെ സ്കീയിങ് പഠിച്ച ഒരു സുഹൃത്ത് കൂടെ എന്നോടൊപ്പം അവിടെ ഡാവോസിലുണ്ടായിരുന്നു. അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ദാവോസിലെ മെയിൻ സ്കീ റിസോർട്ടിൽ ചെന്ന് അവിടുന്ന് സ്കീ എക്യുപ്മെൻ്റ് എല്ലാം എടുത്ത്, സാധാരണ ഒരു സ്കീ ലിഫ്റ്റ് ഉണ്ടാവും, ആ സ്കീ ലിഫ്റ്റിലാണ് നമ്മൾ സ്കീ സ്ലോപ്പിൻ്റെ മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ എൻ്റെ ഈ ഫ്രണ്ട് പറഞ്ഞു, പുള്ളിക്ക് വല്ലാത്തൊരു തലവേദനയുണ്ട്, പുള്ളിക്ക് സ്കീ ചെയ്യാനുള്ള മൂഡില്ല, പുള്ളി താഴെ ബേസിൽ തന്നെ വെയിറ്റ് ചെയ്യാം, ഞാൻ മോളിൽ പോയി സ്കീ ചെയ്ത് താഴെ വന്നിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞു. ഏകദേശം ഒരു ഉച്ച 3 മണി 4 മണിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷനില്ല, ഞാൻ എല്ലാ ധൈര്യവും സംഹരിച്ച് സ്കീ ലിഫ്റ്റിൽ കയറി ഏറ്റവും മുകളിൽ ചെന്നു.
അപ്പോൾ ഈ സ്കീയിങ് എന്ന് പറയുന്നത് അല്പം സ്കില്ലും ബാലൻസും വേണ്ട ഒരു കാര്യമാണ്. സ്കീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഫ്ലാറ്റ് പീസ് പല കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, പണ്ടൊക്കെ ഗ്ലാസ് ആയിരുന്നു, ഇപ്പോൾ ചില കോമ്പൗണ്ട്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ശക്തിയായിട്ടുള്ള ഒരു ഫ്ലാറ്റ് പീസ് ഓഫ് സോളിഡാണ്. അത് കാലിൻ്റെ അടിയിലുണ്ടാവും. നമ്മുടെ കയ്യിൽ 2 സ്കീ ബാറ്റൺസ് ഉണ്ടാവും, 2 സ്കീ സ്റ്റിക്സ് വേണ്ടി വന്നാൽ തറയിൽ കുത്താനും നമുക്ക് ബാലൻസ് നിലനിർത്താനും നമ്മുടെ വെയിറ്റ് എടുക്കാനും. പിന്നെ സ്കീ ബൂട്ട്സ് ഉണ്ട്, അത് നല്ല ഹെവി ആയിട്ടുള്ള ബൂട്ട്സാണ്, അത് പ്രത്യേകം ബൂട്ട്സാണ്. അപ്പോൾ നമ്മളാദ്യം ബൂട്ട്സിലേക്ക് കയറുക, ആ ബൂട്ട്സ് ഈ സ്കീക്കുള്ളിലേക്ക് അതിനകത്തൊരു ലോക്ക് ഉണ്ടാവും, അപ്പോൾ അതിലേക്ക് കാല് കയറ്റി ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം സ്കീ ബൂട്ട്സ് വെച്ച് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കുന്നിൻ്റെ മുകളിൽ സ്നോ ഉള്ള മൗണ്ടൻസാണ്, അപ്പോൾ മൗണ്ടൻസിൻ്റെ മുകളിൽ നിന്ന് സ്നോയിൽ കൂടെ പരമാവധി വേഗതയിൽ സ്ലൈഡ് ചെയ്ത് താഴെ വരിക, വീഴാതെ താഴെ വരിക എന്നുള്ളതാണ് സ്കീയിങ്ങിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ നമ്മൾ കാല് വയ്ക്കുമ്പോൾ അത് ലോക്കായിരിക്കണം, ആ സ്കീസും ഷൂസും നമ്മുടെ ശരീരവുമായി അറ്റാച്ച്ഡ് ആയിരിക്കണം. എന്നാൽ ഉരുണ്ട് വീണാൽ അത് പെട്ടെന്ന് ഇളകി വരണം, ഇളകി വന്നില്ലെങ്കിൽ നമ്മുടെ കാലൊടിയും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഷൂസും ഒരു ലോക്കും ഈ സ്കീയുടെ മുകളിലുണ്ടാവും. പിന്നെ ഒരുപാട് സ്നോയിലാണല്ലോ നമ്മൾ, അപ്പോൾ തണുപ്പിന് വേണ്ടി വളരെ ഹെവി ആയിട്ടുള്ള സ്കീ ക്ലോത്ത്സ് നമുക്കുണ്ടാവും. നല്ല വെയിലുണ്ടാവും മൗണ്ടൻസിൻ്റെ മുകളിൽ, അപ്പോൾ അതിന് സൺഗ്ലാസസ് വേണം, നല്ല കാറ്റുണ്ടാവും, അതിന് തൊപ്പി വേണം. അപ്പോൾ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് ഉണ്ടെങ്കിലേ സ്കീ ചെയ്യാൻ പറ്റുള്ളൂ. സ്വിറ്റ്സർലൻഡാണ് ലോകത്തിൽ തന്നെ സ്കീയിങ്ങിന് ഏറ്റവും ഉത്തമമായ സ്ഥലം. ഏറ്റവും ലോകത്തെമ്പാടുമുള്ള ആൾക്കാർ അവിടെ സ്കീയിങ്ങിനായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഈ ഡവോസിൽ ഈ സ്കീ ലിഫ്റ്റിൽ കയറി ഞാൻ മുകളിലേക്ക് ചെന്നപ്പോൾ, സ്കീ ലിഫ്റ്റിനെ കുറിച്ചും ഒരു വാക്ക് പറയട്ടെ. ഈ സ്കീ ലിഫ്റ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എന്താണ് ഒരു ഹോളിഡേക്ക് പോകുമ്പോൾ കയറി കേബിൾ കാറിലൊക്കെ പോകുന്ന പോലെ അല്ല, വെറും ഒരു ചെയറല്ല. നമ്മൾ ഈ സ്കീസും ബൂട്ടും ഒക്കെ ഇട്ടാണ് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കയറുമ്പോഴും നമ്മൾ ഇറങ്ങുമ്പോഴും ബാലൻസ് ഉണ്ടാവണം, സ്കീ ചെയ്തിറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ വീഴും. കയറുമ്പോൾ തന്നെ നമ്മൾ വീഴും. അത് നമ്മളതിൽ സ്കീ ചെയ്ത് ആ കസേര നമ്മുടെ ഇങ്ങനെ കറങ്ങി വന്ന് നമ്മുടെ അടിയിൽ തട്ടുമ്പോൾ ഉടനെ വെയിറ്റ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാല് പൊക്കണം. അപ്പോൾ ഒരുപാട് സ്കില്ലും ബാലൻസും വേണ്ട ഒരു കാര്യമാണ്. അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ എൻ്റെ വളരെ ഏർലി സ്റ്റേജസിൽ പഠിച്ച് തുടങ്ങിയതേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് എക്സ്പെർട്ടീസൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, സാധാരണ സ്കീയിങ് ആരെങ്കിലും കൂട്ടം ഉണ്ടാവണം, ഒരു ഒറ്റയ്ക്ക് വളരെ എക്സ്പേർട്സേ ഒറ്റയ്ക്ക് പോകാറുള്ളൂ, അല്ലെങ്കിൽ തുടങ്ങുന്ന ആൾക്കാരൊക്കെ കമ്പനിയോട് കൂടി പോകണം എന്നുള്ളതാണ്. ആരെങ്കിലും വീണാൽ സഹായിക്കാൻ ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ സുഹൃത്ത് തലവേദന എന്ന് പറഞ്ഞ് മാറി. എനിക്കാണെങ്കിൽ എല്ലാം റെഡിയായി നിൽക്കുവാണ്, ലാസ്റ്റ് മിനിറ്റിൽ പിന്മാറാൻ സാധിക്കില്ല, അല്ലെങ്കിൽ മോശമാണ്. അതുകൊണ്ട് ഞാൻ സ്കീ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് ചെന്നു. ദാവോസിലെ സ്കീ സ്ലോപ്പിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് തിരിഞ്ഞ് ആ സ്കീ സ്ലോപ്പിൻ്റെ തുടക്കം വരെ എത്തി സ്കീ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ സ്വിസ്സുകാരും ബാക്കി അവിടെ സ്കീയിങ്ങിന് വരുന്ന ആൾക്കാരൊക്കെ ടോപ്പ് എക്സ്പേർട്സാണ്. അപ്പോൾ അവരൊക്കെ ഇത് വളരെ പെട്ടെന്ന് ചെയ്യുകയും ഭയങ്കര സ്പീഡിൽ സ്കീ ചെയ്ത് താഴേക്ക് പോവുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഞാനൊരു ബിഗിനർ എന്ന നിലയ്ക്ക് എനിക്ക് പതുക്കെ സ്കീ ചെയ്യാൻ അറിയുള്ളൂ. ഞാൻ സ്കീ നമ്മൾ സാധാരണ ബ്രേക്ക് ചെയ്യുന്നത് കാല് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചാൽ നമ്മൾ സ്പീഡിൽ താഴെ പോവും. ഒരു ആംഗിളിൽ ഒരു ട്രയാങ്കിൾ പോലെ വെച്ചാൽ അതാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്ത് സ്ലോ ആയിട്ട് പോകുന്നത്, നമുക്ക് സ്ലോ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ. എന്തായാലും ഞാൻ സ്കീ ചെയ്ത് തുടങ്ങി ആ സ്ലോപ്പിൻ്റെ ഒരു 5 മിനിറ്റ് ദൂരം പോയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്, ആ സ്കീ സ്ലോപ്പ് ആകെ ഐസായിരിക്കുവാണ്. സാധാരണ എന്നും സ്കീയിങ് സീസണിൽ ഫ്രഷ് സ്നോ വരും. ഇപ്പോൾ ഫ്രഷ് സ്നോ എന്ന് പറയുമ്പോൾ പൗഡർ സ്നോ ആണ്, അതിൽ കൂടെ സ്കീ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഫ്രഷ് സ്നോ ഉണ്ടായിട്ടില്ല, നേരെ മറിച്ച് മഴയാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഐസായിട്ട് മാറും. ആൻഡ് ഐസായിട്ട് മാറിയാൽ അത് ഭയങ്കര സ്ലിപ്പറിയാണ്, ഭയങ്കര ഹാർഡുമാണ്. അതിൽ സ്കീ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, പ്രത്യേകിച്ചും ഒരു ബിഗിനറിനും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ സ്ലോപ്പിൽ താഴോട്ട് പോയി കഴിഞ്ഞു. ഇത് ഭയങ്കര സ്ലിപ്പറിയാണ്, എൻ്റെ സ്കീസിനൊന്നും ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല, ഞാൻ ഉരുണ്ടടിച്ച് വീണു.
പിന്നെ അപ്പോഴത്തേക്കും ബാക്കി ആൾക്കാരൊക്കെ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ സ്കീ ചെയ്ത് പോകുന്നു. അവർക്കറിയില്ല ഞാനൊരു ബിഗിനറാണ്, എനിക്ക് എണീക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് സഹായം വേണം എന്നുള്ളത് ആരും അവരറിയുന്നില്ല. അവർ നോക്കുന്നു പോലുമില്ല. അവർ പ്രതീക്ഷിക്കുന്നത് നമ്മളെല്ലാം എക്സ്പേർട്സാണ്, അവരെ പോലെ തന്നെ എന്ന് പറഞ്ഞാണ്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഉരുണ്ടടിച്ച് വീഴുമ്പോൾ സ്കീസ് ഇളകിപ്പോവും. വീണ്ടും സ്നോവിനകത്ത് നിന്നുകൊണ്ട് തന്നെ കാല് സ്കീസിലേക്ക് സെറ്റ് ചെയ്യണം. നമ്മുടെ കയ്യിലുള്ള ബാറ്റോൺസൊക്കെ തെറിച്ചു പോവും. അപ്പോൾ അത് പോയി പറക്കിയെടുക്കണം. അങ്ങനെ ആകെ പാടുപെട്ട് വീണ്ടും ആ സ്കീസിലേക്ക് കയറി. അപ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. തിരിച്ച് നമുക്ക് നടന്ന് മലയുടെ മുകളിൽ കയറി ആ ചെയർ ലിഫ്റ്റിൽ തന്നെ തിരിച്ച് വന്നാലോ, ഇത് നമുക്ക് പറ്റുന്ന പരിപാടിയല്ല. നോക്കിയപ്പോൾ ആ 5 മിനിറ്റിൽ നല്ലൊരു ഡിസ്റ്റൻസ് ഞാൻ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തിരിച്ച് നടന്ന് കയറുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ എന്നാൽ ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് വീണ്ടും ഇതിലൊക്കെ കൂടെ കയറി കുറച്ചുകൂടെ ഒരു 5 മിനിറ്റ് കൂടെ സന്ദർശിച്ചു. ട്രാവൽ ചെയ്തു, സഞ്ചരിച്ചു, വീണ്ടും ഉരുണ്ടടിച്ചു വീണു. വീണ്ടും കഷ്ടപ്പെട്ട് പൊക്കിയെടുത്തു. അപ്പോഴത്തേക്കും വൈകുന്നേരമായി. ആ വിൻ്ററിൽ വളരെ പെട്ടെന്ന് സൺസെറ്റ് ഉണ്ടാവുന്നതാണ്, ഇരുട്ടി തുടങ്ങി. മാത്രമല്ല ബാക്കി സ്കീ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ കുറവായി. ഒക്കേഷണലി ആരെങ്കിലും ഒരാൾ പോകുന്നതല്ലാതെ വേറെ ആരും അവിടെ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നി ഒരു കാര്യം ചെയ്യാം. ഈ സ്കീ സ്ലോപ്പിൽ നിന്നും മാറി, സ്കീ സ്ലോപ്പ് അല്ല, അതിൻ്റെ സൈഡിൽ സ്നോ കിടക്കുന്ന സ്ഥലമുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് മാറി അതിലൂടെ നടന്ന് താഴെ ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കി ഞാൻ ആ സൈഡിലേക്ക് മാറി. ആ സൈഡിലേക്ക് മാറിയപ്പോൾ അതിലും വലിയ അപകടം. അവിടെ മുഴുവൻ വളരെ സോഫ്റ്റ് സ്നോ ആണ്. ആകെ മുങ്ങിപ്പോയി ഒരു ചെസ്റ്റ് അറ്റം സ്നോയിലേക്കാണ് ഇറങ്ങിപ്പോകുന്നത് അങ്ങോട്ടേക്ക് മാറുമ്പോൾ. അപ്പോൾ ഏറ്റവും ജീവിതത്തിൽ ഭയമുണ്ടാക്കിയ സംഭവമാണ്. ഞാൻ യഥാർത്ഥത്തിൽ അന്ന് രാത്രി അവിടെ ഡാവോസിൽ ഫ്രീസ് ചെയ്ത് മരിക്കും എന്ന് വിചാരിച്ചു. ഒരു വശത്ത് ഇരുട്ടുന്നു, വേറെ സ്കീയേഴ്സ് ആരെയും കാണാനില്ല, സ്ലോപ്പ് ഭയങ്കര സ്ലിപ്പറി, ഐസി, അതിൽ കൂടെ താഴെ ഇറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പുറത്തുകൂടെ നടന്നിറങ്ങാൻ നോക്കിയാൽ അവിടെ നെഞ്ചറ്റം സ്നോ ഉണ്ട്, അതിൽ കൂടെ നടന്നിറങ്ങാൻ പറ്റില്ല. തിരിച്ച് മലയുടെ മുകളിലേക്ക് കയറാനും പറ്റില്ല, അത് വളരെ സ്റ്റീപ്പാണ്. വീണ്ടും അത് ഐസി സ്ലോപ്പാണ്, അതിൽ കൂടെ നടന്ന് കയറാനും പറ്റില്ല. ആകെ പേടിച്ച് വിറച്ച് എല്ലാ ധൈര്യവും എല്ലാ ഡിറ്റർമിനേഷനും ശേഖരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും താഴെ എത്തണം, ഇത് സ്കീ ചെയ്ത് പോയേ വഴിയുള്ളൂ, ഐസാണെങ്കിലും ഐസ് ഇല്ലെങ്കിലും ഇതേ ഒരു മാർഗമുള്ളൂ എന്ന് പറഞ്ഞ് ലാസ്റ്റ് 3-ാമത്തെ വട്ടം കഷ്ടപ്പെട്ട് ആ സ്കീസിലേക്ക് വീണ്ടും കയറി എൻ്റെ ബാറ്റൺസൊക്കെ എടുത്ത് വളരെ പതുക്കെ സ്ലോ ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഇടയ്ക്ക് എവിടെയെങ്കിലും നമുക്ക് നല്ല സ്നോ കിട്ടുമെങ്കിൽ അവിടെ സ്പീഡ് എടുക്കുകയും ഐസി ആയിട്ട് വരുന്ന സ്ഥലത്ത് വളരെ കെയർഫുള്ളായി ബ്രേക്ക് ചെയ്ത് ഒരു വിധത്തിൽ അന്ന് ആ കുന്നിൻ്റെ അടിയിലെത്തി. ഞാൻ ആ അടിയിലെത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് ആകെ പരിഭ്രമിച്ച് പേടിച്ച്, എന്താ എന്നെ ഇതുവരെ കാണാത്തത്, എന്തെങ്കിലും അപകടം പറ്റിയോ എന്നെല്ലാം വിചാരിച്ച് എന്നെ കാത്തിരിക്കുകയായിരുന്നു. അയാളെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം പറയാൻ ആകില്ല. അത്രയ്ക്ക് ഹൃദയം നിറഞ്ഞ് ഞാൻ ഓടിപ്പോയി അയാളെ കെട്ടിപ്പിടിച്ചു. എങ്ങനെയെങ്കിലും ഈ ഒരു കുന്നിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ, ഇനി ഒരിക്കലും ഞാൻ വേറെ ആൾക്കാരില്ലാതെ സ്കീയിങ്ങിന് പോവില്ല, ഇങ്ങനെ ഒരു റിസ്ക് എടുക്കില്ല, ഇത് വളരെ ഡേഞ്ചറസ് ആയിരുന്നു പോയി, നന്നായി സ്കീ പഠിച്ചിട്ട് ഇനി സ്ലോപ്സിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തോടു കൂടിയാണ് ഞാൻ അന്ന് ഡാവോസിൽ നിന്നും തിരിച്ച് ജനീവയിലേക്ക് മടങ്ങിയത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ജനീവയിൽ 1996 നിന്നും തുടങ്ങി 99 വരെ സേവനം അനുഷ്ഠിച്ച ശേഷം ചൈനയിലേക്ക് ഒരു 2ാം ഊഴത്തിനായി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നെ അയക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിലാണ് ചൈനയിലേക്ക് പ്രസിഡന്റ് KR നാരായണൻ ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ അവിടെ സന്ദർശിക്കുകയുണ്ടായി. KR നാരായണൻ്റെ ബർത്ത്ഡേ അവിടെ അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളും മറ്റ് എല്ലാ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഒരുമിച്ച് ആഘോഷിച്ചത് എനിക്ക് എന്നും ഓർമ്മയുണ്ട്. KR നാരായണൻ ഇതിനു മുമ്പ് ചൈന അംബാസഡർ ആയിരുന്നുകൊണ്ട്
ചൈനയെ നന്നായി അറിയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം വലിയൊരു പാർലമെൻറ്റ് ഡെലിഗേഷനും വന്നിരുന്നു. ചൈനയിലെ ഈ സെക്കൻഡ് സ്റ്റിൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നെ ഏഷ്യ ഫൗണ്ടേഷൻ്റെ ഒരു വിസിറ്റിംഗ് ഫെലോ ആയിട്ട് തിരഞ്ഞെടുത്ത് അമേരിക്കയിലേക്ക് അയക്കുകയുണ്ടായി. ഇത് അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഏഷ്യ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സ്കോളർഷിപ്പാണ്. ആദ്യമായിട്ടാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന് ഇങ്ങനെ ഒരു ഫെലോഷിപ്പ് നൽകുന്നത്. അപ്പോൾ അതിൽ ഞാൻ അപ്ലൈ ചെയ്ത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനുള്ളിലെ ഒരു കോമ്പറ്റീഷനിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നിട്ട് അതിൻ്റെ ഭാഗമായി വാഷിങ്ടൺ DC-യിൽ ചെന്ന് സെൻറ്റർ ഫോർ, അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു തിങ്ക് ടാങ്ക് സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിൽ ബേസ്ഡ് ആയിട്ട് 6 മാസം അമേരിക്കയിൽ ജീവിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. ആ 6 മാസം എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിളും ഓപ്പണായിരുന്നു. അവർ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അവർ നൽകാം എന്ന് ഒരു പൊസിഷനായിരുന്നു ഈ സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിൻ്റെ ലീഡർഷിപ്പിൻ്റെ. മെയിനായിട്ടും എന്നെ അറ്റാച്ച് ചെയ്തത് അവരുടെ സൗത്ത് ഏഷ്യ വിങ്ങിൻ്റെ ചാർജുണ്ടായിരുന്ന മുൻ അമേരിക്കൻ അംബാസിഡർ ടെറസീറ്റ ഷേഫറോടൊപ്പമായിരുന്നു. അപ്പോൾ അവിടെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ അന്നത്തെ പ്രധാനപ്പെട്ട ഈ ചൈനീസ് തിങ്ക് ടാങ്ക്സിൽ ചർച്ചകൾ പങ്കെടുക്കുക, അവിടെ പ്രസംഗങ്ങൾ നടത്തുക, അതുപോലെ അമേരിക്ക ഒട്ടാകെ യാത്ര ചെയ്ത് എവിടെയെല്ലാം യൂണിവേഴ്സിറ്റീസിലും മറ്റ് സ്ഥലങ്ങളിലും അവസരങ്ങളുണ്ടോ അവിടെയെല്ലാം ചെന്ന് ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യൻ ഫോറിൻ പോളിസിയെക്കുറിച്ച്, ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളെക്കുറിച്ച്, ഇന്ത്യ ചൈന ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ആ 6 മാസത്തെ ദൗത്യം. ഞാൻ അമേരിക്കയിൽ പോയ ആ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ September 11 ഉണ്ടായതിൻ്റെ തൊട്ട് ശേഷമാണ് എൻ്റെ ഈ യാത്ര. എന്നെ 9/11 ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുത്തിരുന്നു. ഈ ഫെലോഷിപ്പിന് വേണ്ടി ഞാൻ പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. എന്നാൽ ഞാൻ യാത്ര ചെയ്യുന്നതിൻ്റെ ഏകദേശം 2 ആഴ്ച മുമ്പാണ് 9/11 സംഭവിക്കുന്നത്. അത് ഞാൻ ചൈനയിൽ നിന്ന് ടെലിവിഷനിൽ കണ്ടതാണ്. അത് ടെലിവിഷനിൽ കണ്ടപ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഉടനെ എൻ്റെ അംബാസിഡറിനെ വിളിച്ചറിയിക്കുകയും അദ്ദേഹത്തിനോട് ടെലിവിഷൻ കാണണമെന്ന് പറയുകയും ആ പ്ലെയിനുകൾ വന്ന് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഇടിച്ചത് എല്ലാം ഞാൻ ചൈനയിൽ നിന്ന് കണ്ടിരുന്നു. തുടക്കത്തിൽ എനിക്കൊരു അല്പം പേടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉടനെ പോകുന്നത് ശരിയാണോ, മാറ്റിവെക്കണോ എൻ്റെ പ്ലാൻസും യാത്രയെല്ലാം. എന്തായിരുന്നാലും ഈ ഫെലോഷിപ്പിന് മാറ്റമൊന്നുമില്ല എന്ന സൂചന ലഭിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിൽ ബ്രൗൺ സ്കിൻഡ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ താടി വെച്ചവർക്കും എല്ലാം എതിരെ ഒരുപാട് പ്രെജുഡിസ് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. 9/11 കാരണം ബ്രൗൺ സ്കിൻഡ് ആയിട്ടുള്ള ആരായിരുന്നാലും താടിയുള്ള ആരായിരുന്നാലും അവരെല്ലാവരും ടെററിസ്റ്റാണ് എന്നുള്ള ധാരണ, തെറ്റായ ധാരണ ചില സാധാരണക്കാരുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടെൻഷൻസ് എല്ലാം നമുക്ക് വാഷിങ്ടൺ DC-യിലെ സ്ട്രീറ്റ്സിൽ കൂടെ നടക്കുമ്പോൾ തന്നെ കാണാമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ ബാറിൽ പോകുമ്പോൾ എല്ലാം കാണാമായിരുന്നു. അത് നെഗറ്റീവായിട്ടുള്ള ഒരു സൈഡാണെങ്കിൽ, പോസിറ്റീവ് സൈഡിൽ ഈ 9/11 സംഭവിച്ചതുകൊണ്ട് പെട്ടെന്ന് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം അമേരിക്കയുടെ കോൺഷ്യസിൽ വളരെ വലുതായി ഉയർന്നു വന്നു. മാത്രമല്ല, അഫ്ഗാനിസ്ഥാന് അടുത്ത് കിടക്കുന്ന പാകിസ്ഥാൻ, അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ വലിയൊരു പങ്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതും അവർക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ ഒരു വലിയ രാജ്യം, പാകിസ്ഥാൻ അടുത്ത് നിൽക്കുന്നു, ഇന്ത്യയും പാകിസ്ഥാനുമായി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സബ് കോണ്ടിനെൻറ്റിൻ്റെ പൊളിറ്റിക്സ് മനസ്സിലാക്കാനായിട്ട് അവരുടെ ബുദ്ധിജീവികളുടെ ഇടയിൽ ഒരുപാട് പുതിയ ഇൻട്രസ്റ്റ് ഉണ്ടായ സംഭവമായിരുന്നു. എന്തുകൊണ്ട് 9/11 ഉണ്ടായി, അഫ്ഗാനിസ്ഥാനിൽ എന്ത് സംഭവിക്കുന്നു, ആരാണ് ഒസാമ ബിൻ ലാഡൻ, ആരാണ് താലിബാൻ എന്നെല്ലാം അവർ അന്വേഷിച്ച ഒരു അവസരമായിരുന്നു. അതുകൊണ്ട് എനിക്കിതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായി മാറി. ഞാൻ എവിടെ ചെന്നാലും ഒരു ഇന്ത്യൻ ഡിപ്ലോമാറ്റ് എന്ന നിലയ്ക്ക് അവരെന്നെ വെൽക്കം ചെയ്യുകയും എന്നെ പ്രസംഗിക്കാൻ ക്ഷണിക്കുകയും
ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ പൊളിറ്റിക്സിനെക്കുറിച്ചും അഫ്ഗാനിസ്ഥാനെക്കുറിച്ചും അതുപോലെ തന്നെ ചൈന എന്നും അമേരിക്കയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. ഞാൻ ചൈനയിൽ നിന്നും വരുന്നു, ചൈനയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി, ചൈനീസ് ഭാഷ അറിയാവുന്ന വ്യക്തി എന്നെല്ലാം ഉള്ള കാരണങ്ങളാൽ ഇന്ത്യ ചൈന ബന്ധങ്ങളെക്കുറിച്ചും പ്രസംഗിക്കാനായിട്ട് എനിക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായി. ഞാൻ വാഷിങ്ടൺ DC-യിലെ തന്നെ പ്രധാനപ്പെട്ട തിങ്ക് ടാങ്ക്സ് ആയ കാർണഗിയിലും ബ്രൂക്കിങ്സിലും ഏഷ്യ ഫൗണ്ടേഷനിലും എല്ലാം സ്ഥിരമായി പോയി അവിടുത്തെ ചർച്ചകളിൽ പങ്കെടുക്കുകയും അവിടെ പ്രസംഗിക്കാനും എനിക്ക് അവസരമുണ്ടായിരുന്നു. പിന്നെ അമേരിക്കയ്ക്കുള്ളിൽ കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ബെർക്ക്ലി യൂണിവേഴ്സിറ്റി, റാൻഡ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ അരിസോണയിലെ ട്യൂസോൺ സിറ്റി, ഐഡഹോയിലെ ബോയ്സി സിറ്റി, ന്യൂ മെക്സിക്കോയിലെ ആൽബക്കർക്കി, വാഷിങ്ടൺ സ്റ്റേറ്റിലെ സിയാറ്റൽ, ഇങ്ങനെ അമേരിക്കയുടെ നാനാഭാഗങ്ങളുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം സന്ദർശിച്ച് എവിടെ നിന്നെല്ലാം ഇൻവിറ്റേഷൻസ് ലഭിച്ചോ അതെല്ലാം സ്വീകരിച്ച് അവിടെയെല്ലാം സന്ദർശിച്ച് അവരോട് ഇന്ത്യൻ ഫോറിൻ പോളിസിയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടായി. കാനഡ വിസിറ്റ് ചെയ്തു, വാൻകൂവർ വിസിറ്റ് ചെയ്തു, മോൺട്രിയാൽ വിസിറ്റ് ചെയ്തു, ടൊറോണ്ടോ വിസിറ്റ് ചെയ്തു. കാനഡയിൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എൻ്റെ പിറന്നാൾ ദിവസമായ നവംബർ 12 കാനഡയിലെ മെഗിൽ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ പ്രൊഫസർ TV പോൾ അറേഞ്ച് ചെയ്ത് ഒരു ലെക്ചർ നടത്തി. അങ്ങനെ ഒരു വളരെ ഫുള്ളായിട്ടുള്ളൊരു 6 മാസം അവിടെ കഴിയുകയും അതിൽ നിന്നും അമേരിക്കൻ ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്താണെന്ന് നന്നായി മനസ്സിലാക്കുകയും കൂട്ടത്തിൽ അമേരിക്കൻ സാധാരണക്കാരെ പരിചയപ്പെടുകയും അവരെ അടുത്തറിയാനും ഉള്ള അവസരങ്ങളുണ്ടായിരുന്നു. ഈ പീരീഡിൻ്റെ അവസാനത്തിൽ ഞാനൊരു പേപ്പർ എഴുതി, ഇന്ത്യ ചൈന US ട്രയാങ്കിൾ, എ സോഫ്റ്റ് ബാലൻസ് ഓഫ് പവർ ഇൻ ദ മേക്കിംഗ്. അതായത് ഈ 3 രാജ്യങ്ങളും ഒരിക്കലും കംപ്ലീറ്റ് ഫ്രണ്ട്സ് ആവില്ല, കംപ്ലീറ്റ് ശത്രുക്കളാവില്ല. അവരന്യോന്യം നോക്കിക്കൊണ്ടിരിക്കും ആർക്കെന്ത് ബെനിഫിറ്റ് കിട്ടാൻ പറ്റും ഏത് ബന്ധത്തിൽ നിന്നും, എന്നിട്ട് ആ ബന്ധത്തിനോട് കൂടുതൽ പ്രാധാന്യം നൽകും. ഇന്ത്യയും ചൈനയും സഹകരിച്ച് അമേരിക്കയെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ രംഗത്ത് നേരിടുന്നതിൽ രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഇന്ത്യയും ചൈനയും ഒന്നിക്കും. നേരെ മറിച്ച് ചൈനയെ നേരിടുന്നതിൽ ഇന്ത്യയും അമേരിക്കയ്ക്കും മിലിറ്ററി രംഗത്ത് ഗുണമുണ്ടെങ്കിൽ ഈ 2 രാജ്യങ്ങളും സഹകരിക്കും. അതാണ് ഞാൻ ഒരു സോഫ്റ്റ് ബാലൻസ് ഓഫ് പവർ എന്ന പദത്തിൽ നിന്ന് ഉദ്ദേശിച്ചത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൺസ്ട്രക്റ്റിൽ ഈ ഒരു ട്രയാങ്കിളിനെ കുറിച്ചും അതൊരു സോഫ്റ്റ് ബാലൻസ് ഓഫ് പവറായി മാറും എന്ന് പ്രെഡിക്റ്റ് ചെയ്തത് ഞാനാണ്. അതിശയമെന്ന് പറയട്ടെ, ഞാൻ അമേരിക്കയിലെ ഈ 6 മാസം തീർത്ത് തിരിച്ച് ബീജിങ്ങിൽ എത്തുന്നതിന് മുമ്പ് ചൈനീസ് അധികാരികൾ ഈ ആർട്ടിക്കിൾ കാണുകയും അത് ചൈനീസ് ഭാഷയിൽ തർജ്ജമ ചെയ്ത് അവരുടെ എല്ലാ ഓർഗനൈസേഷൻസിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും തിങ്ക് ടാങ്ക്സിലേക്കും ഒക്കെ സർക്കുലേറ്റ് ചെയ്ത് ഞാൻ ചൈനയിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഈ ആർട്ടിക്കിൾ വളരെ പ്രശസ്തം ആയിരുന്നു. ഇന്നും ഈ ആർട്ടിക്കിൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അത് ഒരുപാട് ആൾക്കാർ അതിന് ശേഷം അതിനെ ഒരു അക്കാഡമിക് സോഴ്സായിട്ട് സൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും എനിക്ക് വളരെയധികം അഭിമാനമുള്ളൊരു കാര്യമാണ്. ആ ഒരു 6 മാസത്തെ കാലഘട്ടമാണ് ശരിക്കും എന്നെ അമേരിക്ക ഇൻട്രൊഡ്യൂസ് ചെയ്ത് അമേരിക്കയുടെ വൈവിധ്യം ഞാൻ മനസ്സിലാക്കിയത്. അമേരിക്കയുടെ ബുദ്ധിജീവികളെ അടുത്തറിയാനുള്ള അവസരങ്ങളുണ്ടായി, പ്രത്യേകിച്ചും ഫോറിൻ പോളിസിയിലും ഇൻ്റർനാഷണൽ റിലേഷൻസിലും എക്സ്പെർട്ടീസുള്ള ആൾക്കാർ. പക്ഷെ അതിനോടൊപ്പം അമേരിക്കയുടെ ഒരുപാട് സാധാരണക്കാരെ കാണുകയും അവരുടെ വീടുകളിൽ താമസിക്കുകയും അവിടുത്തെ ഇന്ത്യൻ സമൂഹത്തിനെ അടുത്തറിയുകയും എല്ലാം ഉള്ള ഒരു അതിമനോഹരമായ ഒരു അവസരമായിരുന്നു എൻ്റെ ആ 6 മാസത്തെ ഏഷ്യ ഫൗണ്ടേഷൻ വഴി ലഭിച്ച വാഷിങ്ടൺ DC-യിലെ സബാറ്റിക്കൽ. നമ്മൾ സാധാരണ ശത്രുക്കൾ എന്നൊക്കെ കാണുന്ന പാകിസ്ഥാനീസ്, പിന്നെ അവർക്കും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, അവർക്കും അന്ന് മിലിറ്ററി സർക്കാരാണ് ഭരണത്തിൽ പാകിസ്ഥാൻ. അവർക്കും ആ മിലിറ്ററി സർക്കാരിന് അത്ര വലിയ പേടിയൊന്നുമല്ലായിരുന്നു, അത്രയ്ക്ക് ഇൻഫ്ലുവൻഷ്യലും ഇമ്പോർട്ടൻറ്റുമായിരുന്നു അവർ. അത് സാരമില്ല, ISAക്കാരൊക്കെ നോക്കും, അവർ റിപ്പോർട്ട് അയക്കും, അതൊന്നും ഭയപ്പെടാനില്ല, നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റാണ്, നിങ്ങൾ വന്ന് ഇവിടെ താമസിക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ അവരുടെ വീട്ടിൽ സ്ഥലം ഒരുക്കി.